സംരക്ഷണത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്താനാണ് എല്ലാ വർഷവും മാർച്ച് 3-ന് ലോക ശ്രവണ ദിനം ആചരിക്കുന്നത്. ലോകാരോഗ്യ സംഘടന 2007-ലാണ് ഈ ദിനം ആദ്യമായി ആചരിച്ചു തുടങ്ങിയത്. ഇയർഫോൺ ഉപയോഗിക്കാത്തവരായി അധികമാരും ഉണ്ടാകില്ല. എന്നാൽ ഇയർഫോണിന്റെ ദീർഘകാല ഉപയോഗം കേൾവിയെ ദോഷകരമായി ബാധിക്കുമെന്നുറപ്പ്. ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇയർഫോണുകൾ സഹായകരമാണെങ്കിലും ഉയർന്ന ശബ്ദത്തിലോ ദീർഘനേരത്തേക്കോ ഉപയോഗിക്കുന്നത് കേൾവിയെ ബാധിക്കും. ഓഫീസ്, യാത്രകൾ തുടങ്ങിയ വീട്ടിലിരിക്കുമ്പോൾ പോലും ഇയർഫോൺ ഉപയോഗിക്കുന്നത് സാധാരണമായി മാറിക്കഴിഞ്ഞു. ഉയർന്ന ശബ്ദത്തിൽ ദീർഘനേരം ഇയർഫോൺ ഉപയോഗിച്ചാൽ കേൾവിക്കുറവിന് കാരണമാവുകയും ചെവിയുടെ ഉൾഭാഗത്തിന് സ്ഥിരമായ കേടുപാടുകൾ വരുത്താനും സാധ്യത കൂടുതലാണ്. ചെവിയിൽ നിന്ന് തുടർച്ചയായി മുഴക്കം കേൾക്കുന്നതും ദീർഘനേരം ഉയർന്ന ശബ്ദത്തിൽ ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് സംഭവിക്കാവുന്നതാണ്. മറ്റൊരു തകരാർ സംഭവിക്കുന്നത് ചെവിക്കും തലച്ചോറിനും ക്ഷീണമുണ്ടാക്കുന്നതാണ്. ഇയർഫോൺ ഉപയോഗിച്ചതിനു ശേഷം ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ സംസാരം വേർതിരിച്ചറിയാനോ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറും. ചെവിക്കുള്ളിൽ ശബ്ദം നേരിട്ടെത്തിക്കുന്ന ഇയർബഡുകൾക്ക് പകരം ചെവിക്ക് മുകളിൽ വെച്ചോ ശബ്ദം കുറയ്ക്കുന്നതോ ആയ ഹെഡ്ഫോണുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുന്നത് അപകടം കുറയാൻ കാരണമാകും. ഇടയ്ക്കിടെ ശ്രവണ പരിശോധനകൾ നടത്തുന്നതും നേരത്തെയുള്ള രോഗനിർണയവും വളരെ പ്രധാനമാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.